ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് നമുക്ക് ഈശോയുടെ 5 തിരുമുറകളെ പറ്റി ധ്യാനിക്കാം. മനുഷ്യനെന്ന് തോന്നാത്ത വിധം ദേഹമാസകലം മുറിവുകൾ ഈശോ ഏറ്റുവാങ്ങിയത് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. ഈ തിരുമുറികളിലൂടെ ഈശോ നമ്മോട് ചോദിക്കുകയാണ്, ഞാൻ ഇത്രയധികം പീഡകൾ നിങ്ങൾക്ക് വേണ്ടി ഏറ്റുവാങ്ങിയിട്ടും എന്തേ നീ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നു? എന്തേ കഷ്ടതകൾ വരുമ്പോൾ നിന്റെ വിശ്വാസം ഇല്ലാതാകുന്നു? എന്തേ എന്നെ നീ തള്ളിപ്പറയുന്നു? പീഡാസഹന വേളയിലെ ഏറ്റവും വലിയ വേദന എന്തായിരുന്നുവെന്ന വിശുദ്ധ ബെർണാർഡിന്റെ ചോദ്യത്തിന് ഈശോ ഉത്തരം നൽകിയത് തിരുത്തോളിലെ മുറിവ് എന്നാണ്. പക്ഷേ ആരും ആ മുറിവ് കണ്ടില്ല എന്ന് ഈശോ കൂട്ടിച്ചേർത്തു. അതുപോലെ നമ്മുടെ മാതാപിതാക്കളുടെ, സഹോദരങ്ങളുടെ, ചുറ്റുമുള്ളവരുടെ വേദനകൾ നാം കാണാതെ പോകുന്നില്ലേ? ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ നൽകിയിട്ടില്ലേ? ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് മുറിപ്പെടുത്താനല്ല, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം മുറിയപ്പെടാനാണ്. എങ്കിൽ മാത്രമേ ഈശോ നൽകിയ ജീവിത മാതൃക പിന്തുടർന്ന് നല്ലൊരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാനാകൂ. ഈശോയുടെ തിരുമുറിവുകളെ പറ്റിയുള്ള ധ്യാനം അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.